അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? ബുധനാഴ്ചയ്ക്കുള്ളിൽ ഏതായാലും അറസ്റ്റ് വേണമെന്ന കർശന നിർദ്ദേശം ADGP നൽകിയിരിക്കുകയാണ്. പാലക്കാടും തൃശൂരും കോയമ്പത്തൂരും ഒക്കെയായി വ്യാപക തെരച്ചിലും നടത്തുന്നു. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ, രാഹുൽ എവിടെയാണ്? പാലക്കാട് തന്നെയുണ്ടോ അതോ തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുണ്ടോ എന്ന സംശയങ്ങളൊക്കെ തന്നെ ബലപ്പെടുന്നു. ഏതായാലും വല വിരിച്ചിരിക്കുകയാണ് എല്ലായിടത്തും. ത്വരിതഗതിയിൽ തന്നെ തെരച്ചിൽ നടക്കുന്നു അല്ലേ? വലിയ തോതിൽ നിരീക്ഷണം ശക്തമാക്കുന്ന ഒരു ഘട്ടത്തിലുണ്ട്. പക്ഷേ ഇതുവരെ കൃത്യമായി രാഹുലിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയുടെ വ്യത്യസ്ത ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയടക്കം തന്നെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ ജില്ലാ അതിർത്തിയിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പോലീസ് രാഹുലിന് വേണ്ടി വലിയ തെരച്ചിൽ ഈ മണിക്കൂറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ മലപ്പുറം ജില്ലയോട് ചേർന്ന് നടക്കുന്ന ജില്ലകൾ തൃശ്ശൂരും മലപ്പുറവും അതിനോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കോയമ്പത്തൂർ, ഈ മൂന്നിടങ്ങളിലും തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, രാഹുൽ ജില്ല വിട്ടിട്ടില്ല, ജില്ലയിൽ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലാണെങ്കിലും രാഹുൽ പാലക്കാട് നിന്ന് വലിയ അകലത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന് ആ രീതിയിൽ തന്നെ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യുന്നു. രാഹുലിന് വൈകാതെ തന്നെ പിടികൂടാൻ കഴിയും, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ രാഹുലിന് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ ഒരു ഭാഗത്തുകൂടെ നടത്തുന്നു. അതേസമയം തന്നെ രാഹുലിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാൻ തക്ക വിധത്തിൽ കോടതിക്ക് മുമ്പാകെ കൂടുതൽ തെളിവുകൾ എത്തിക്കുക എന്നുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ തന്നെ SIT സംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് രാഹുലിനെതിരെയുള്ള പരമാവധി ഡിജിറ്റൽ രേഖകളടക്കം ശേഖരിക്കുക എന്നുള്ളതാണ് പരമാവധി ഊന്നൽ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് എത്തിയ SIT സംഘവും അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു. വ്യാപകമായി ടൗണിൽ തന്നെ വ്യാപകമായി പരമാവധി ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസും SIT സംഘവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്നും ശേഖരിച്ച SIT സംഘം ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ, അതിൽ ബാക്കപ്പ് എടുക്കാൻ DVR ഒരു മാസത്തെ ബാക്കപ്പ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ദൃശ്യങ്ങൾ കൂടി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ പോലീസ് സംഘം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ രാഹുൽ ഏറ്റവും അവസാന ദിവസം അപ്രത്യക്ഷമായ ദിവസം, ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മിസ്സായത്, അത് നഷ്ടമായത് എങ്ങനെയാണ്, അതാരാണ് ഡിലീറ്റ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത മണിക്കൂറുകൾ തന്നെ ഈ ഫ്ളാറ്റിൻ്റെ, കുന്നത്തൂർമേടുള്ള രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ കെയർ ടേക്കറിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്.